CPI സമ്മേളനങ്ങളിൽ മത്സരം വേണ്ട എന്ന നിലപാടിൽ അയവ് വരുത്തി നേതൃത്വം. സമ്മേളനങ്ങളിൽ ഔദ്യോഗിക പാനലിനെതിരെ ഒരാൾക്ക് മത്സരിക്കാം, ചേരിതിരിഞ്ഞ് പാനലായി മത്സരിക്കുന്നതിനാണ് വിലക്ക്. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നേതൃത്വം നിലപാട് വിശദീകരിച്ചു. മത്സര വിലക്കിനെതിരെ ഒരു വിഭാഗം എതിർപ്പ് അറിയിച്ചിരുന്നു. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, മത്സരമേ വേണ്ട എന്നുള്ള ഒരു പിടിവാശിയിലാണ് നേതൃത്വം ഉള്ളത് എന്നതായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന വാർത്തകളും സൂചനകളും. പക്ഷേ അങ്ങനെ വേണ്ട, അത് വലിയ ക്ഷീണം ചെയ്യും, അതൊരു ചർച്ചയായി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും എന്ന തോന്നലിന്റെ പുറത്താണോ ഇപ്പോൾ ആ നിലപാടിൽ ഒരു അയവ് വരുത്തിയത്? അങ്ങനെ തന്നെ തോന്നുന്നു സൈഫുദ്ദീൻ. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മത്സരം എന്നുള്ളത് ഒരു ജനാധിപത്യ അവകാശമാണ്. അതിനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വിലക്കുന്നതാണ് നമുക്ക് CPI കാണാൻ കഴിഞ്ഞത്. മത്സരം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ സമ്മേളനം സസ്പെൻഡ് ചെയ്ത് ആ സമ്മേളനം വീണ്ടും നടത്തണം എന്നുള്ള സർക്കുലറാണ് ജില്ലാ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സർക്കുലറായി വായിച്ചത്. പക്ഷെ അതിനെതിരെ ഒരു വിഭാഗം, പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നു. കാരണം ഒരു ജനാധിപത്യ പാർട്ടിയിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് ശരിയല്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് അതിനകത്തൊരു അയവ് വരുത്തി നിലപാട് വിശദീകരണം ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായത്. സമ്മേളനങ്ങൾ വിലക്കിയത് ചേരിതിരിഞ്ഞുള്ള മത്സരം എന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നേതൃത്വം വിശദീകരിച്ചത്. പാനലായിട്ട് ഔദ്യോഗിക പാനലിനെതിരെ മത്സരം വന്നാൽ അതിനെയാണ് വിലക്കിയത് എന്നുള്ള വിശദീകരണം നൽകുന്നുണ്ട്. ചേരിതിരിഞ്ഞ് മത്സരിക്കാൻ ഇറങ്ങിയാൽ സമ്മേളനം നിർത്തിവെച്ച് സമവായം തേടണം എന്നാണ് ഇന്നലെ സംസാരിച്ച CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായ E. ചന്ദ്രശേഖരൻ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പറഞ്ഞത്. ഔദ്യോഗിക പാനലിനെതിരെ ഒരാൾക്ക് മത്സരിക്കാൻ ഇറങ്ങിയാൽ അതിനകത്ത് വിലക്കേണ്ടതില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അതൊരു വിശദീകരണമായി തന്നെ സംസ്ഥാന കൗൺസിലിൽ ഇന്നൊരു വിശദീകരണമായി തന്നെ നൽകുകയും ചെയ്യും. അതിനൊപ്പം തന്നെ K. ഇസ്മായിലിനെതിരായ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വിശദീകരിക്കും.